ഹായ്, ഞാൻ ജിൻസി ജോയ്, മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെൻറ്റിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ എല്ലാവരും ചിന്തിക്കുന്നത് മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പത്തനംതിട്ടയിലെ കളക്ട്രേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാരാമെഡിക്കൽ കോഴ്സസും അതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കോളേജിൽ സീറ്റ്സ് ഇപ്പം ഒത്തിരി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആവാനൊരു കാരണമുണ്ട്. നമ്മളുടെ കോളേജിൽ സീറ്റ്സ് ഒത്തിരി ഡിമാൻഡിലാണ്. നമ്മുടെ അഡ്മിഷൻസിൻ്റെ സമയത്ത് ഈ അഡ്മിഷൻ എടുക്കുക മാത്രമല്ല, അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് അവരുടെ ഫ്രണ്ട്സിനെയും കൂടി അത് റിക്കമെൻഡ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സിനെയും കൂടി അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ കോളേജിൻ്റെ രീതിയിലൊക്കെ കണ്ടിട്ട്, ഇവിടുത്തെ എൻവയറമെൻറ്റൊക്കെ കണ്ടിട്ട് ഈ സ്റ്റുഡൻസ് അവരുടെ സഹോദരന്മാരെയും ഇവിടെ അഡ്മിഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സീറ്റ്സ് നമുക്ക് ഫില്ലായി പോകുന്നുണ്ട്. ഇത് പെട്ടെന്നാണ് നമ്മുടെ സീറ്റ്സ് എല്ലാം ഫില്ലാവുന്നത്. ഇനി നമ്മളുടെ കോളേജിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കോവിഡിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എത്രമാത്രം മെഡിക്കൽ സ്റ്റാഫുകളാണ് പല രാജ്യങ്ങളിലും റിക്രൂട്ട് ആയത്. US-ലോട്ടായിക്കോട്ടെ, ഓസ്ട്രേലിയ, ജപ്പാൻ, ലണ്ടൻ, UK, കാനഡ, ജർമ്മനി, ഇവിടെ എല്ലാം ഒരുപാട് മെഡിക്കൽ സ്റ്റാഫുകളാണ് റിക്രൂട്ട് ആയത്. കൂടാതെ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ തന്നെ പല ഹോസ്പിറ്റൽസ് സ്റ്റാർട്ടപ്പ് ചെയ്തു. പെട്ടെന്ന് ധൃതിക്ക് തന്നെ 100 ദിവസങ്ങൾക്കുള്ളിലൊക്കെ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെയും നമ്മൾക്ക് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഒരുപാട് മെഡിക്കൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന കോഴ്സ്. അപ്പം അങ്ങനെ നമ്മളുടെ കോളേജ് 20ഓളം പാരാമെഡിക്കൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ മാനേജ്മെൻറ്റ് കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിറങ്ങിയാൽ നമ്മൾക്ക് ഏറ്റവും നല്ല സ്കോപ്പാണ് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ MNCസുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള സാലറി പാക്കേജിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ കോളേജ് ജസ്റ്റ് കുട്ടികളെ പഠിപ്പിച്ചങ്ങ് ഇറക്കുകയല്ല. നമ്മളുടെ കോളേജിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് രീതിയിൽ അവർക്ക് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലും എല്ലാം നല്ലൊരു പങ്കാളിത്തം കൈക്കൊള്ളുന്നുണ്ട്. കാരണം ഇപ്പം ചില കുട്ടികളൊക്കെ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു അറ്റ്മോസ്ഫിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവരെയും അവരുടെ ഉള്ളിലേക്ക് ചെന്ന് അവരെ നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് അവർക്ക് വേണ്ട അത്രയും സ്കിൽ ഡെവലപ്മെൻറ്റ്സ് കൊടുത്ത് കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനകത്ത് അവർ ഒരുപാട് ഇൻട്രാക്ട് ചെയ്താണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവർ ഇവിടുന്ന് പുറത്തോട്ട് പോയാലും അവരൊരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് അവർക്ക് പറയാൻ പറ്റും. നല്ല പ്രൊഫഷണലിസത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതും അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതും. പിന്നെ നമ്മളുടെ കോളേജിൽ നിന്ന് തന്നെ IELTS-നും TOEFL-നും OET-ക്കും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോളേജിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. വീക്ക്ലി നമ്മൾ Zoom മീറ്റിംഗ്സിലൂടെ ആയാലും ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻസ് ആയാലും നമ്മൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സസ് എല്ലാം കുട്ടികൾക്ക് ഇപ്പോൾ ഡിഫിക്കൽട്ടായ സബ്ജക്ട്സ് കാണും, പാടായ സബ്ജക്ട്സ് കാണും. ആ കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻസും പ്രത്യേക അവർക്ക് ട്രെയിൻ ചെയ്ത് അവരെ ആ സബ്ജക്ട്സിലും അവരെ നല്ല പ്രൊഫഷണൽസ് ആക്കി മാറ്റുക, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഡൗട്ട്ഫുൾ ആയിരിക്കും. നമ്മളുടെ എല്ലാ കുട്ടികളും നമ്മളുടെ രക്ഷിതാക്കളെല്ലാവരും +2 കഴിഞ്ഞപ്പം കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരും. എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ ചിലർ വിചാരിക്കണം, ചിലർക്ക് സാമ്പത്തികം ഒരുപാടില്ലാത്ത കുട്ടികളും കാണും. അപ്പോൾ അവർക്കും എന്തോ പഠിക്കും, ഒരു ചെറിയ ഫീസിൽ എന്തോ പഠിക്കാൻ പറ്റും. നമ്മളുടെ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പം പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസസ് ഉള്ള കോഴ്സുകൾ നമ്മളുടെ കോളേജുണ്ട്. പാരാമെഡിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സസ് എല്ലാം ചുരുങ്ങിയ കാലം 2 വർഷം പഠിച്ചാൽ 2 വർഷത്തിന് ശേഷം നമുക്ക് ജോലി കിട്ടുന്ന കോഴ്സുകളാണ് നമ്മളുടെ കോളേജ്. ഇതിനകത്ത് ഈ കോഴ്സുകൾക്കെല്ലാം മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ ആയിക്കോട്ടെ, നമ്മളുടെ കോളേജ് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അവരുടെ രീതികൾ വെച്ചിട്ട് അവരുടെ സ്വഭാവം എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അവർക്കെല്ലാം നമ്മൾ 100% പ്ലേസ്മെൻറ്റ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പം ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്കൊരു കോഴ്സ് പഠിച്ചാൽ, പാരാമെഡിക്കലിൻ്റെ ഡിപ്ലോമ നമ്മളിവിടെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ കാലയളവിൽ അഫോർഡബിൾ ആയ ഫീസിൽ പഠിച്ചിട്ട് നിങ്ങളുടെ ഇൻകമിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഫർദർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മളുടെ കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മളുടെ കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോളേജിൽ തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം ഈ കോളേജിൽ നിങ്ങൾക്ക് വീണ്ടും അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദറായിട്ട് പഠിക്കാവുന്നതാണ്. നമ്മളുടെ കോളേജിൽ നിന്ന് ST SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കോളേജിൽ നിന്ന് ST SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഗ്രാൻഡും, കൂടാതെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്സും സ്പോൺസർഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ്ഫുൾ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൂടാതെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഫർദറായിട്ട്
നിങ്ങൾ ജോലി ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ കൂടെ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മദേഴ്സിലേക്ക് സ്വാഗതം. പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഫിനാൻഷ്യലി ഒത്തിരി ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾ, ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന കുട്ടികൾക്കും നമ്മുടെ മദേഴ്സിലോട്ട് പൂർണ്ണമായിട്ടും വെൽക്കം ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു.